കേരള സർവകലാശാല സെനറ്റ് യോഗം ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷം. ബജറ്റിന്മേലുള്ള ചർച്ച അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം. ചർച്ച കൂടാതെ ബജറ്റ് പാസാക്കാനുള്ള നീക്കമാണ് VC അടക്കമുള്ളവർ നടത്തിയതെന്നും UDF ആരോപിച്ചു. വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രൻ ചേരുന്നു. മഹേഷ്, UDF ഉയർത്തുന്ന പ്രധാന ആരോപണം എന്താണ്? കേരള സർവകലാശാലയുടെ ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണമാണ് ഇന്ന് തീരുമാനിച്ചതെന്ന് അതുവരെ സമ്മേളനമാണ് നടന്നത്. അപ്പോഴാണ് UDF പ്രതിഷേധവുമായി സെനറ്റ് യോഗം ബഹിഷ്കരിച്ചത്. ബജറ്റിനുള്ള ചർച്ച അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചർച്ച കൂടാതെ ബജറ്റ് പാസ്സാക്കുന്നതിന് വേണ്ടി നീക്കമാടുന്നത്. ആദ്യ ദിവസം ബജറ്റ് അവതരണം, അടുത്ത ദിവസം ചർച്ച എന്നിങ്ങനെ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇതിന് പകരം ജനാധിപത്യ വിരുദ്ധമായിട്ട് ചർച്ച ഒഴിവാക്കിയിരിക്കുന്നു എന്ന പ്രതിഷേധമാണ് UDF അംഗങ്ങൾ ഉയർത്തിയത്. ബജറ്റ് ചർച്ച കൂടാതെ പാസ്സാക്കാനുള്ള നീക്കത്തിന് VC അടക്കം കൂട്ടുനിൽക്കുകയാണ്. ബജറ്റ് വായിക്കാനും പഠിക്കാനുള്ള അവസരം എപ്പോഴും നൽകാറുള്ളതാണ്. ചർച്ചയില്ലാതെ പാസ്സാക്കാൻ സമ്മതിക്കില്ല എന്ന് സെനറ്റ് യോഗത്തിൽ പറഞ്ഞു. ഇപ്പോൾ ചോദ്യോത്തരവേളകൾ ഉണ്ടാകുന്നില്ല, വിദ്യാർത്ഥികൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല. സെനറ്റിനെ നോക്കുകുത്തിയാക്കി പോവുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ചർച്ചയുടെ ബില്ലിൽ പാസ്സാക്കുന്ന പോലെ ഇവിടെയും ആ രീതി പിന്തുടരുകയാണ്. ഓഡിറ്റിൽ ഒത്തിരി ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം നിഷേധിക്കുകയാണ്. CPM നേതൃത്വ സിൻഡിക്കേറ്റാണ് ഇതിനെല്ലാം പിന്നിലെന്നും അവർ ആരോപിച്ചു. തെറ്റുകൾ മറച്ചു വയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഈ സെനറ്റ് യോഗ ബജറ്റ് സമ്മേളനം ബഹിഷ്കരിച്ചിരിക്കുന്നത്. കൃഷ്ണൻ. മഹേഷ് ചന്ദ്രൻ, തിരുവനന്തപുരത്ത് നിന്ന്.